അല്ല, നേരത്തെ നമ്മൾ നിരവധി പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണല്ലോ നമ്മുടെ തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ഏതാണ്ട് ഒരു മാസക്കാലം അവധി ഉണ്ടായിരുന്നതുകൊണ്ട് ഒരുപാട് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് മുന്നേ കഴിഞ്ഞു. ആ ചർച്ചയിലൊക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3ാം പ്രാവശ്യം അധികാരത്തിൽ വരും എന്നുള്ളത് തന്നെ. ഞങ്ങൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അതിൽ നിന്ന് പുറകോട്ട് പോകേണ്ട പ്രത്യേകിച്ച് കാരണമൊന്നും കാണുന്നില്ല. നിയമമണ്ഡലം ഞാൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതുപോലെ ഈ പ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിടെ വിജയിക്കും. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ ഇതുമായിട്ട് നമ്മൾ കൂട്ടിക്കൊടുക്കേണ്ട കാര്യമില്ല. മുമ്പത്തെ കണക്ക് നോക്കിയാൽ അത് ശരിയായി വരാറില്ല. ഇപ്പോൾ ഇവിടെ നമുക്ക് നേമത്ത് ഉറപ്പായിട്ട് വിജയിച്ച് വരുന്നു. നല്ല മത്സരമാണ് നടന്നിട്ടുള്ളത്. വിജയിച്ച് വരുന്നതിന് വേണ്ടിയുള്ള എല്ലാ സാഹചര്യങ്ങളും കാണുന്നുണ്ട്. പിന്നെ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ അവർക്ക് 5000 വോട്ട് കൂടുതലാണ് BJP. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ മത്സരിച്ചപ്പോൾ അവർക്ക് അതും ഏതാണ്ട് ഒരു 33,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ മുമ്പും അങ്ങനെ തന്നെയാണ്. ശ്രീ രാജഗോപാൽ മത്സരിച്ച് ജയിച്ചപ്പോഴും രാജഗോപാൽ മത്സരിച്ച് തോറ്റപ്പോഴും ഞാൻ 2 പ്രാവശ്യം ജയിച്ചപ്പോഴും ഒക്കെ തന്നെ ഉള്ള സാഹചര്യം തന്നെയാണ്. അത് ആ സാഹചര്യത്തിന് ഒരു വ്യത്യാസം വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ ജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്, മറ്റ് അട്ടിമറികളൊന്നും നടന്നില്ലെങ്കിൽ. കാരണം അതെല്ലാം കുറേ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. ഇനിയിപ്പം ഏതാണ്ട് അരമണിക്കൂറത്തെ കാര്യമുള്ളൂ കാര്യങ്ങൾ അറിയാൻ വേണ്ടി. അല്ല, അതിനിപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് അറിയാമല്ലോ. ഇനിയിപ്പോൾ വീണ്ടും നിങ്ങളുടെ ടൈമും എൻ്റെ സമയം കളയേണ്ട കാര്യമില്ല അതിന് വേണ്ടി. ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടി ആ വാർത്ത വരികയാണ്. 2 ദിവസം മുമ്പ് ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മംഗലാപുരത്തേക്ക് പോയി. അപ്പോൾ ഈ സ്വർണ്ണപ്പാളി കേസിൽ ചോദ്യം ചെയ്യപ്പെടുകയും സംശയിക്കപ്പെടുകയും നിരീക്ഷണത്തിൽ ഉള്ള കെ രജികുമാർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് കൂടെ ഉണ്ടായിരുന്നത്. ആ ഫ്ലൈറ്റിൽ 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. കെ രജികുമാറും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവുമാണ് ഉണ്ടായിരുന്നത്. അവിടെ ചെന്നതിന് ശേഷം അവർ കണ്ടത് BJP നേതാക്കന്മാരെയാണ്. BJP മുന്നണിയിലുള്ള നേതാക്കന്മാരെയാണ് കണ്ടത്. കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാരെയും കണ്ടിട്ടില്ല. കോൺഗ്രസ് നേതാക്കന്മാരും അവരുടെ ഡൽഹിയിൽ പരാതിയെല്ലാം കൊടുത്തു എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. എന്തായാലും ഇത് വളരെ ഗൗരവമായി എടുക്കേണ്ട കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ 2 ദിവസം ബാക്കി നിൽക്കുമ്പോൾ ഈ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കയറി എന്തിന് മംഗലാപുരത്ത് പോയി? മംഗലാപുരത്ത് പോകേണ്ട ആവശ്യം എന്തായിരുന്നു? ആരാണ് ഇതിൻ്റെ കാശ് മുടക്കിയത്? ഈ സ്വർണ്ണപ്പാളി കേസിൽ പ്രതിയായിട്ടുള്ളവർ എങ്ങനെ ശ്രീ VD സതീശനോടൊപ്പം തന്നെ യാത്ര ചെയ്തു? വളരെ വളരെ ഗുരുതരമായിട്ട് ദുരൂഹത നിറഞ്ഞതുമാണ്. അപ്പോൾ കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെ ഏതൊക്കെ നിലയിൽ ഈ കാര്യം സ്വാധീനിക്കുന്നുണ്ട്? BJPയുടെ നേതാക്കന്മാരെ മാത്രം ചർച്ച ചെയ്തിട്ട് എന്തുകൊണ്ട് വന്നു? അതെല്ലാം വ്യക്തമാക്കേണ്ട കാര്യമാണ്. ഈ വ്യക്തമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വവും പ്രത്യേകിച്ച് KC വേണുഗോപാലും അതുപോലെ ശ്രീ രമേശ് ചെന്നിത്തലയും അതുപോലെ KPCC പ്രസിഡന്റ് ഇക്കാര്യത്തെ സംബന്ധിച്ചിടത്തോളമുള്ള സത്യസ്ഥിതി വ്യക്തമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് എനിക്കത് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. എന്തിനാ ധൃതി പിടിച്ചാൽ ചാർട്ടേഡ് ഫ്ലൈറ്റ് പ്രത്യേകിച്ച് സ്വർണ്ണക്കേസിൽ പ്രതിയായിട്ടുള്ള ആളിനെ കൂട്ടി അവിടെ ചെന്ന് BJP നേതാക്കന്മാർ മാത്രം കാണുന്നു. ഇതെല്ലാം സാമൂഹ്യ മാധ്യമങ്ങൾ വന്നിട്ടുള്ള കാര്യമാണ്. ഒരു തെളിവില്ലാതെ പറയില്ലല്ലോ. അവരും എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് കാരണം അവർ ഡൽഹിക്ക് കത്തയച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് കേൾക്കുന്നത്. പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറയും. JDS എന്ന് പറയുമ്പോൾ BJPയും ISDP എന്തായാലും അതങ്ങനെ പറഞ്ഞിട്ട് പോരുന്നല്ലോ. എന്താണെന്ന് വെച്ചാൽ അത് പറയുന്നില്ല. ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു യാത്രയ്ക്ക് ഞാൻ പോകുന്നത് അത്യാവശ്യത്തിന് ഹെലികോപ്റ്ററിൽ പോകുന്നതിന് ഒന്നും പ്രശ്നമില്ല. അത്യാവശ്യത്തിനെങ്കിലും പോകേണ്ടി വരും. പ്രത്യേകിച്ച് ഈ തിരക്കിനിടയിൽ വേറെ എന്തെങ്കിലും ഇതിനേക്കാൾ വലിയൊരു അത്യാവശ്യം ഉണ്ടെങ്കിൽ അതിനൊരു മുൻഗണന കൊടുക്കണമെങ്കിൽ ഇങ്ങനെ പോകേണ്ടി വരുമല്ലോ.
അതിൽ ഈ എന്തിനീ രജികുമാറിനെ കയറ്റിക്കൊണ്ടുപോയെന്നുള്ളതാണ്. ഈ കേരളത്തിലാകെ ഈ സ്വർണ്ണപ്പാളി കേസിൽ ചർച്ച ചെയ്ത വിഷയമാണല്ലോ.